ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷവും? നല്ല മഴയൊക്കെയാണല്ലേ. ഫുള്ളായിട്ട് രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ കിച്ചണിൽ പോയി നോക്കുമ്പോഴാണ് ഉമ്മ നമ്മുടെ നീർദോശ, ഞങ്ങളെ കാസർഗോഡുകാരുടെ സ്വന്തം പോള ചുടുന്നുണ്ടായത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത്. ഞങ്ങൾ ഈ സ്വന്തം പോളയും പിന്നെ ചിക്കൻ കറിയായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇത് ചുടാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കാസർഗോഡ് ജില്ലയിലിട്ട് എല്ലാവരും ചുടുന്നുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള സ്ഥലത്തെ ചുടുന്ന ആൾക്കാരൊക്കെ ഒന്ന് പറയണേ. ഞാൻ എന്താ പറയുക, മലപ്പുറക്കാരൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇതിന് വേറെന്തോ ആണ് അവർ പറയാറ്. എന്തായെങ്കിലും ഉമ്മാക്ക് അപ്പമൊക്കെ ചുട്ടിട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. നമ്മളിങ്ങനെ മുറ്റത്ത് ഇരിക്കുകയാണ് കേട്ടോ. മുറ്റത്ത് നിറയെ ഈ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കേക്കുള്ള പണിയാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് നമുക്ക് നാടൻ സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഉമ്മ. അങ്ങനെ നമ്മൾ ബീൻസൊക്കെ ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട്, പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെ പച്ചക്കറികളുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇവിടെ മുറിച്ച് വെക്കുന്നുള്ളത് ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുറച്ച് കോണൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നെയ്ച്ചോറ് ഫസ്റ്റ് ഉണ്ടാക്കുകയാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മസാല ഇട്ടിട്ട് റൈസ് ഉണ്ടാക്കണം എന്നില്ല കേട്ടോ. ഇനി ഞാൻ ബട്ടറിലാണ് ഫുള്ളായിട്ട് വെജിറ്റബിൾ കായ്ച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ബട്ടർ ഒഴിച്ച് പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ബട്ടർ വേഗം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കരിഞ്ഞു പോകും, അപ്പോൾ ശരിയാവില്ല. ഇനി അതിലേക്ക് ഞാൻ 1 ക്യാരറ്റാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. ജൂലിയൻ കട്ടൊന്നുമല്ല കേട്ടോ, സാധാരണ ഒരു കട്ടൊക്കെ എടുത്തതാണ്. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റും ആഡ് ചെയ്തിട്ട് ഒന്ന് ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ക്യാരറ്റിലോട്ടേക്ക് മിക്സ് ആക്കിയ പിന്നെ ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചൊരു നമ്മളെ കൈക്കുള്ള ബീൻസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി ആഡ് ചെയ്തിട്ടായിട്ട് 3 പച്ചമുളകും മുറിച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് നമുക്കൊന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ടിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ബേബി കോൺ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വലിയ കോൺ ഉണ്ടെങ്കിൽ വലിയ കോൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് അതേപോലെ തന്നെ ബെൽ പെപ്പർ, ഇപ്പം യെല്ലോ കളറാണ് എൻ്റെ അടുത്ത് ഉണ്ടായത്. ഇപ്പോൾ നിങ്ങളതിൽ ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഗ്രീൻ ആഡ് ചെയ്ത് കൊടുക്കുക, റെഡ് ഉണ്ടെങ്കിൽ റെഡ് ആഡ് ചെയ്ത് എന്ത് പച്ചക്കറികളും നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഒന്ന് ഇത് നല്ലൊരു ഇങ്ങനെ ജസ്റ്റ് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂണ് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ചേർക്കണേ. ഉപ്പ് ശ്രദ്ധിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് സോയാ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സോയാ സോസ് എന്താണെന്ന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാൻ. ഓവറായിട്ട് ചേർക്കരുത്. 1 ടേബിൾ സ്പൂണ് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ഇതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ടിയിട്ടെടുക്കാം. നല്ലോണം വാട്ടിയിട്ട് ഫുള്ളായിട്ട് വെജിറ്റബിൾ കുക്ക് ചെയ്യുന്ന പോലെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും വെച്ചാൽ 1 കപ്പ് മുമ്പ് ഉണ്ടായത് ലെഫ്റ്റ് ഓവർ ആയിട്ടുണ്ടായ ചിക്കൻ ഫ്രൈ ഉണ്ടായിന്, അത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അതിൽ നിന്ന് പകുതി നമ്മൾ ഇങ്ങനെ ഈ വെജിറ്റബിൾ അതിൽ സോട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വെജിറ്റബിൾ ആയി അത് ഓഫ് ചെയ്യാം കേട്ടോ. നല്ലോണം ഇങ്ങനെ വാട്ടിയിട്ട് കുഴക്കരുത്. അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ജീരകശാല അരിയിലാട്ടോ വെച്ചിട്ടുണ്ടായത്. നമ്മൾ ബസ്മതി റൈസിൽ ഉള്ള ഫ്രൈഡ് റൈസ് ഒന്നല്ലേ. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് പെപ്പർ പൊടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് കുരുമുളക് പൊടി ആഡ് ചെയ്ത പിന്നെ നമ്മൾ മസാല ഇതിലേക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ട് കൊടുക്കണേ. എന്നിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ റൈസും ഈ വെജിറ്റബിൾസിൻ്റെ കാര്യങ്ങളും ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കി 1/2 കപ്പ് ചിക്കൻ ഉണ്ടായിരുന്നില്ലേ, അതും കൂടി ആ ഷ്രെഡ് ചെയ്തിട്ടുണ്ടായ ചിക്കനും കൂടി ആഡ് ചെയ്ത പിന്നെ നമ്മൾ ഇനി എന്താണെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, ആ മണം. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് നമ്മുടെ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്ത പിന്നെ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ.
നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ ഭയങ്കര ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് ബസ്മതി റൈസൊന്നും വേണ്ട, പുരയിലുള്ള സാധാരണ നമ്മൾ ജീരകശാല അരിയിൽ തന്നെ നമുക്ക് ഗീ റൈസ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങളെ പുരയിൽ നിങ്ങൾ ഉച്ചക്കോ എപ്പോഴെങ്കിലും ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് ബാക്കിയായെങ്കിലും ഇതുപോലെ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ മേലേക്ക് ഒരു ബട്ടർ ഇട്ടിട്ട് ആ ബട്ടറിന് ഒന്ന് നമുക്ക് ഇതിന് എല്ലാ സൈഡിലേക്ക് എത്തുന്ന പോലെ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ബട്ടർ എപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചോറ് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഫസ്റ്റ് ഞാൻ വിളമ്പിയിട്ടെടുക്കട്ടെ കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് ചോറ് കഴിക്കാൻ ഇങ്ങനത്തെ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് കേട്ടോ. ഞങ്ങൾ പറയൽ ബട്ടയെന്നാണ്. അപ്പോൾ ഈ ബട്ടയിൽ ചോറ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടൊരു സംഭവം കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സോസാണ്. ഈ സോസിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആടെ ഫ്രൈഡ് റൈസിന് തന്നുകൊണ്ടുണ്ടായൊരു സോസാണ്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ റീമേക്ക് ചെയ്തു. അപ്പം എക്സാക്ട്ലി അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഞാൻ ഇനി ഒരു ഫ്രഷ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഞാനിങ്ങനെ ചോറ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മൊത്തം സോസ് ഇട്ടിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. കാരണം ആ സോസിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, ഉമ്മ ഫുഡ് എടുത്തു, ജീൻതാക്ക് ഫുഡ് എടുത്തു, അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കിടക്കാണ്. അസറ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കിടത്തം കൊള്ളില്ല. ചായ കുടിക്കാണ്ട് ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എന്തുമില്ല. അങ്ങനെ പോയിട്ട് ഗോൾഡൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമ്മളെ ഗോൾഡൻ ബേക്കറീൻ്റെ ഗീ കേക്കാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാനിവർ കോൺഫ്ലെക്സിൻ്റെ കുക്കീസ്, ഇവർ ഈ ഉണക്കിയ ഒരു റസ്ക്, പിന്നെ ഇതെന്ന് വെച്ചാൽ അത് നല്ലൊരു കുക്കീസായിരുന്നു, ഓട്സിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തരം സാധനങ്ങളും മറ്റേ നമ്മളെ ചീസ് ക്രാക്കറും ഇതെല്ലാമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ഞമ്മ ഗീ കേക്ക് തന്നെ തിന്നുന്നുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗീ കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാസർഗോഡിൻ്റെ ആൾക്കാരാണെങ്കിൽ എങ്ങനെയും ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഗോൾഡൻ ബേക്കറിയിലെ ഈ ഗീ കേക്ക് നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം നല്ല കാറ്റാണ്. പക്ഷെ ഞങ്ങളെല്ലാവരുടെയും ഒരു യൂഷ്വലായിട്ടുള്ള പരിപാടിയാണ് ഞങ്ങളെ കൊട്ടുപ്പുറത്ത് ഇരുന്നിട്ട് എല്ലാവരും കഥ പറയുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഹോബി ആയിട്ട് മാറി. കൊറോണയ്ക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും നിരക്കാറ്, അതായത് ഞങ്ങളെ നെയ്ബേഴ്സൊക്കെ നമ്മളെ പുരയിൽ വന്നിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ തന്നെ ഉള്ളത്, ഇത്തുണ്ട്, ഉമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് മിണ്ടുന്നു. നല്ല മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ രാത്രിയത്തേക്ക് വേണ്ടിയിട്ട് സീൻത ഓൾറെഡി നൂഡിൽസ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. എന്ന് വെച്ചാൽ കുറച്ച് ബീഫ് കറി മുമ്പേ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് മാക്രോണി, നൂഡിൽസ് അല്ല കേട്ടോ, സോറി ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, സ്പെഗറ്റിയും മാക്രോണിയും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്തതാണ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു. നമ്മൾ രാത്രി മഴ ഏകദേശം കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.